2018 പ്രളയത്തിനെ പറ്റി ന്യൂസ് ചാനലുകളിൽ വന്ന വീഡിയോസും കാര്യങ്ങളും ലൈവും ഒക്കെയാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇന്ന് എൻ്റെ മുന്നിൽ നേരിട്ട് ഇതുണ്ടായേക്കുവാണ് കേട്ടോ. അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ചെങ്ങന്നൂരാണ് കല്യാണം കഴിച്ച് വന്നത്. എൻ്റെ ഭർത്താവിൻ്റെ വീട് ചെങ്ങന്നൂരാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ വെള്ളം കയറി, വീടൊക്കെ മുങ്ങി. വീടിൻ്റെ ചില വീട് മുഴുവനായിട്ട് മുങ്ങി, ചില വീട് പകുതി മുക്കാൽ ഭാഗം ഇങ്ങനെയൊക്കെ ഇരിക്കുവാണ്. 2018 ഇവരെല്ലാവരും ഇതേ സെയിം അവസ്ഥ, ഇതിനും ഭയമുള്ള സെയിം അവസ്ഥ ഇവർ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ ഓർക്കാണ്, ആ 2018 ഇവരെങ്ങനെ അതൊക്കെ തരണം ചെയ്തതെന്ന്. അവിടെ നിന്നൊരു ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വീട് മൊത്തവും പോയി, ഇനി ആദ്യം മുതൽക്കേ തുടങ്ങണം. 2018 കഴിഞ്ഞപ്പോൾ ആദ്യം മുതൽക്കേ തുടങ്ങിയതാണ്, വീണ്ടും ആദ്യം മുതൽക്കേ തുടങ്ങണം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ആ മുങ്ങിയ വീട് നോക്കിയിട്ട് അവരത് പറയുമ്പോൾ കണ്ടു നിൽക്കുന്ന നമ്മളെ ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടെന്ന് ന്യൂസിൽ അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു 5-6 ഫ്രണ്ട്സെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സേഫ് അല്ലേ എന്നൊക്കെ. ഞാനിവിടെ സേഫാണ്, എനിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ വീട് മുങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കയറുവാണെങ്കിൽ, ഒരു ഉദാഹരണം ഞാൻ പറയാം, കേരളം മൊത്തം മുങ്ങി എന്ന് വേണേൽ പറയാം. അതൊന്നും കൊണ്ടല്ല, ഇവർക്കുള്ള ക്യാമ്പും കാര്യങ്ങളൊക്കെ നമ്മളവിടെയുള്ള ITIയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ഒരു ദേശവും കൂടെ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്ന് വേണം പറയാൻ മുങ്ങാൻ വേണ്ടി. 2018 വെള്ളം ഇറങ്ങാത്ത കുറച്ച് വീടുകളിൽ പെടുന്നതാണ് ഞങ്ങളിപ്പം നിൽക്കുന്ന ചെങ്ങന്നൂരുള്ള വീട് കേട്ടോ. അപ്പോൾ ദൈവം സഹായിച്ച് ഒന്നും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.